ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ വെയിറ്റ് ലോസ് ജേർണി ഓൺ ഗോയിങ് ആണെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഓൾമോസ്റ്റ് ഇപ്പോൾ 27 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് എന്നോട് പലരും ഡയറക്റ്റായിട്ട് 4-5 പേരിനോട് പറഞ്ഞു ഏകദേശം ഇതേപോലെയൊക്കെയുള്ള ഡയറ്റ് പ്ലാൻസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. ഞാൻ ഡെയിലി കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ആദ്യത്തെ ഒരു 7 ഡേയ്സിന് ശേഷം പിന്നെ ഞാൻ മോർണിംഗ് ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡ് ആഡ് ചെയ്ത് ലെമൺ ഹണി വാട്ടർ കുടിച്ചുകൊണ്ടാണെന്ന്. യെസ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചിയാ സീഡ്സിനെ പറ്റിയിട്ടാണ്. ചിയാ സീഡ് ഇപ്പോൾ വളരെ വളരെ ട്രെൻഡിങ് ആണെന്ന് അറിയാലോ. എസ്പെഷ്യലി വെയിറ്റ് ലോസ് എന്ന് ചിന്തിച്ചിട്ടുള്ളവർ വരെ ചിയാ സീഡിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. കാരണം ഇറ്റ് ഈസ് കോൾഡ് സൂപ്പർ ഫുഡ്. എസ്പെഷ്യലി വെയിറ്റ് ലോസ് ഡയറ്റിലെ ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് ചിയാ സീഡ്സ്. ഈ ചിയാ സീഡ്സ് സത്യത്തിൽ എന്താണെന്നും ഇതിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇത് കറക്റ്റ് വേയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും എങ്ങനെയാണ് ഇത് കറക്റ്റ് വേയിൽ യൂസ് ചെയ്യേണ്ടതെന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ, അതായത് നിങ്ങൾ ആ കാറ്റഗറിയിലാണോ അല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ചിയാ സീഡ്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നെഗറ്റീവ് സൈഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെയിനായിട്ടും. പ്ലസ് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അതിനേക്കാൾ കൂടുതലാണ്, അതും നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ് ഈ ചിയാ സീഡ്സ് എന്ന് അറിയൂ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് സീഡ്സ് ആണല്ലേ, ഏതോ ഒരു ചെടിയുടെ വിത്തുകളാണ്. സാൽവിയ ഹിസ്പാനിക്ക എന്ന് പറഞ്ഞൊരു ചെടിയുടെ ഈ കാണുന്ന ചെടിയുടെ വിത്തുകളാണ് ഈ ചിയാ സീഡ്സ്. ഈ പറഞ്ഞ ചെടി അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഇത് ഏകദേശം മായൻ സിവിലൈസേഷൻ എന്ന് കേട്ടിട്ടില്ല, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ? ആ മായൻ സിവിലൈസേഷൻ്റെ കാലഘട്ടം മുതലേ ഉള്ളൊരു ചെടിയാണ്. പക്ഷേ ഈ പറഞ്ഞ ചെടി ഇന്ത്യൻ ഒറിജിനൊന്നുമല്ല, ഇതങ്ങ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആൻഡ് ചിയാ സീഡ്സിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മളുടെ എള്ള് പോലെ തോന്നും, പക്ഷേ അങ്ങനെയല്ല. എള്ളിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ്. കറുത്തിട്ടും വെളുത്തിട്ടും ഒക്കെ മിക്സായിട്ട് വളരെ സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു സീഡ്സാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ചിയാ സീഡ്സ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒരു വീഡിയോ ആകുമ്പോൾ അതിനൊരു ഫോർമാലിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഇതാണ് ചിയാ സീഡ്സ്. ഇനി ഇതിൻ്റെ ടേസ്റ്റിലേക്ക് വന്നാൽ അത് വളരെ ഹൈലൈറ്റ് ആണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. എന്ത് ഡിഷിൻ്റെ കൂടെ നമ്മളിത് ആഡ് ചെയ്താലും അതങ്ങ് ബ്ലെൻഡായി പൊക്കോളും. പ്രത്യേകിച്ച് വേറൊരു ഫ്ലേവറോ അല്ലെങ്കിൽ ടേസ്റ്റോ ഇത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് കൺസ്യൂം ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ ഓട്സിൻ്റെ കൂടെ ആഡ് ചെയ്താലും ജ്യൂസിൽ ആഡ് ചെയ്താലും സ്മൂത്തീസ് ആയിട്ടാണെങ്കിലും, അതല്ല ഇപ്പം ഞാൻ യൂസ് ചെയ്യണ പോലെ ലെമൺ ഹണി വാട്ടറിൽ ആഡ് ചെയ്തിട്ടാണെങ്കിലും ഒന്നും പ്രത്യേകിച്ച് നമുക്ക് വേറൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്, യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഓക്കെ, ഈ കാണുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ചിയാ സീഡ്. ഇത് അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തു വെച്ചത്. ഇപ്പോൾ ഫോർ സാമ്പിൾ ആയത് കാരണം കുറച്ച് മാത്രം എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും ഇതിൽ വരുന്ന ചേഞ്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കും. എപ്പോഴും ഞാൻ പറയാറില്ലേ സോക്ക് ചെയ്ത ചിയാ സീഡ് എന്ന്, അതെന്തുകൊണ്ടാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെച്ചേക്കാം. ഓക്കെ, അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചിയാ സീഡ്സിനെ സൂപ്പർ ഫുഡ് എന്നാണ് വിളിക്കണേന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇത് ഒരു റിച്ച് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ആണ്, അതുകൊണ്ടാണ് ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നത്. ഇതിന് നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ, അതായത് ഒരു 28-30 ഗ്രാമോളം ചിയാ സീഡ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ 137 കാലറീസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ബ്രേക്ക് ഡൗൺ നോക്കിയാൽ 12 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ 10 ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. 4 ഗ്രാം പ്രോട്ടീനും 9 ഗ്രാം ഫാറ്റ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ഫാറ്റുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് കൂടാതെ ഇതിൽ ധാരാളം ഒമേഗ-3 ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അയൺ ഇതിൻ്റെയും ഒക്കെ ഒരു റിച്ച് സോഴ്സ് തന്നെയാണ് നമ്മളുടെ ചിയാ സീഡ്സ്. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിതിനെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പറഞ്ഞ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ചിയാ സീഡിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്ത്, നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതൊരു പ്രീബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മളുടെ ഗട്ടിലുള്ള മൈക്രോബയോം, അതായത് നമ്മളുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിൻ്റെ ഗ്രോത്തിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നത് കൊണ്ട് നമ്മളുടെ ബവൽ മൂവ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്തിട്ട് കോൺസ്റ്റിപ്പേഷനൊക്കെ റിലീവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് രണ്ടാമത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഒക്കെ ഹെൽത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ കണ്ടൻസ് ഒക്കെ അടങ്ങുന്നത് കാരണം എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ചിയാ സീഡ്സിന് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ കാർഡിയാക് ഹെൽത്ത്, അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിലും നല്ലൊരു റോളുണ്ട് ഈ ചിയാ സീഡ്സിന്. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒമേഗ-3 ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സുകളെ ഇത് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ശരീരത്തിലുള്ള ബാഡ് കൊളസ്ട്രോൾ, അതായത് ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള HDL കൂട്ടാനും ഇതിന് പറ്റും.
അങ്ങനെയും ഇത് നമ്മളുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിനും മെൻ്റൽ സ്റ്റാറ്റസിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഇതിന് പറ്റും. നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ നമ്മളുടെ മെമ്മറി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ചിയാ സീഡ്സ് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് പറ്റുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ചിയാ സീഡ് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓവറോൾ നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേറ്ററി പ്രോസസ്സുകളെയൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ചിയാ സീഡിന് പറ്റും. ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാനും ചിയാ സീഡിന് പറ്റും. ഇനി ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന 2 പോയിന്റ്സ്, ഒന്നാമത്തേത് വെയിറ്റ് ലോസ് തന്നെയാണ്. അതായത് നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റിൽ ചിയാ സീഡിന് റോൾ ഉണ്ട്. എന്നാൽ ഇതിനൊരു മാജിക്കൽ പവറൊന്നുമില്ല. ചിയാ സീഡ്സ് മാത്രം കഴിച്ചതുകൊണ്ട്, നിങ്ങൾ തോന്നുന്നത് പോലെ എല്ലാ ഫുഡും കഴിച്ച് വർക്കൗട്ട് ഒന്നും ചെയ്യാതെ ചിയാ സീഡ് മാത്രം കഴിച്ചിരുന്നത് കൊണ്ട് ആരുടെയും വെയിറ്റ് കുറയാൻ പോകുന്നില്ല. മറിച്ച് ഇത് എങ്ങനെയാണ് വെയിറ്റ് ലോസിൽ ആക്ട് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് ഞാനിത് കഴിക്കുന്നത് എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഇട്ട് വെച്ചില്ല ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചിയാ സീഡ്സ്, ഇപ്പം നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സോക്കായി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വീർത്തത് ഇത്രയും ക്വാണ്ടിറ്റിയിലേക്ക് അത് വീർത്ത് വരുന്നുണ്ട്. അതിനൊരു 10 ഇരട്ടി വെള്ളത്തിനെ അബ്സോർബ് ചെയ്തിട്ട് ഇങ്ങനെ വീർത്ത് നിൽക്കാനുള്ളൊരു കഴിവുണ്ട്. അങ്ങനെ നമ്മളുടെ വയറ്റിലേക്ക് ഇത് എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഓഫ് ഫുൾനെസ്, അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് കുറേ അധികം സമയത്തേക്ക് പിന്നെ എന്തെങ്കിലും കഴിക്കണമെന്നൊന്നും തോന്നില്ല. അങ്ങനെ നമ്മളുടെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന അളവിൽ നിന്നും ഫുഡിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചിയാ സീഡ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റാണ്. അപ്പോൾ ആ കലോറി ഡെഫിസിറ്റ് ഡയറ്റിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ചിയാ സീഡ്സ് എടുക്കുന്നത് കൊണ്ട് അതിനങ്ങനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇൻഡയറക്റ്റ്ലി ആണ് സത്യത്തിൽ ഇത് വെയിറ്റ് ലോസിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ചർമ്മം കണ്ടാൽ പ്രായം തോന്നാതിരിക്കാൻ, അത് നമ്മളുടെ ഏജിങ് പ്രോസസ്സിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ചിയാ സീഡ്സിന് പറ്റും. ഇതിൽ ഇത്രയധികം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിൽ റിങ്കിൾസ്, അതായത് ചുളിവുകളൊക്കെ വരുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാനും അതുപോലെ ഹെയറിൻ്റെ ഹെൽത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഈ ചിയാ സീഡ്സിന് പറ്റും. അപ്പോൾ ഇത്രയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ കുഞ്ഞ് ചിയാ സീഡ്സിന്. അങ്ങനെ ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് നിങ്ങളിത് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, കാരണം പറഞ്ഞുതരാം. കുറച്ച് ആളുകൾ, അതായത് നിങ്ങൾ ഈ താഴെ പറയാൻ പോകുന്ന കാറ്റഗറീസിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾ ചിയാ സീഡ്സ് ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുന്നതോ തന്നെയാണ് നല്ലത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഗട്ട്, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള, ലൈക്ക് IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് ഡിസീസ്, അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചാൽ തന്നെ വയർ അപ്സെറ്റ് ആവുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആൾക്കാർ ഇതൊന്ന് കുറയ്ക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇതിൽ ഹൈ ഫൈബർ കണ്ടന്റ് വരുന്നത് കൊണ്ട് നമ്മുടെ വയറിൽ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ വേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ലോ ബി പി എപ്പോഴും കുറയുന്നവരും അതുപോലെ ഷുഗർ ലെവൽ കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്ന ആൾക്കാരും, അതായത് ഷുഗർ ലെവലോ BP ഒക്കെ കുറഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫെയിൻ്റ് ആയിട്ട് വീഴുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇത് പിന്നെ BP കുറയ്ക്കുകയും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കണ്ടീഷൻ വേഴ്സൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ചില മെഡിസിൻസ്, എസ്പെഷ്യലി ബ്ലഡ് തിന്നേഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൊയാഗുലേഷൻ ഡിസോർഡറുകൾ, അതായത് ബ്ലഡ് കട്ട പിടിക്കുന്ന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് ബ്ലഡ് തിന്നേഴ്സ് കൊടുത്തിട്ടുണ്ടാവും ഡോക്ടേഴ്സ്. അപ്പോൾ അങ്ങനത്തെ മെഡിസിൻസ് ലൈക്ക് ആസ്പിരിൻ, ഹെപ്പാരിൻ ഒക്കെ പോലെയുള്ള മെഡിസിൻസ് കഴിക്കുന്നവർ ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇത് പിന്നെയും അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും തട്ടോ അല്ലെങ്കിൽ മുറിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിയാ സീഡ്സും കൂടെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ആ ബ്ലീഡിങ് പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ആ ബ്ലീഡിങ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഓൾറെഡി ഡയബറ്റിക്കിൽ ഇത് സത്യത്തിൽ നല്ലതാണ്. പക്ഷേ ഡയബറ്റിക്കിൽ നിങ്ങൾ ഓൾറെഡി മെഡിസിൻസ്, ഓറലായിട്ടുള്ള ഹൈപ്പോഗ്ലൈസീമിക് ഏജൻസ്, അതായത് ഓറലായിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ ലെവലൊന്നും മോണിറ്റർ ചെയ്യാതെ ചിയാ സീഡ്സ് കഴിച്ചാൽ വീണ്ടും ഷുഗർ ലെവൽ വളരെ താഴ്ന്നു പോയിട്ട് നിങ്ങൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറി ആണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സും പ്രഗ്നൻസിയിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ഗട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് അലർജി. അത് അലർജി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ തന്നെ ടെസ്റ്റ് ഡോസ് എടുത്തെങ്കിലും നമുക്ക് മനസ്സിലാവുള്ളൂ. ചിയാ സീഡ്സിന് അസച്ച് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വലിയ അലർജിക് ഹിസ്റ്ററി ഒന്നുമില്ല. പക്ഷേ ഇത് സത്യത്തിൽ ഒരു പ്ലാന്റ് ഒറിജിൻ ആണല്ലോ. അപ്പോൾ അതിങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടാമിനേഷൻസോ കാര്യങ്ങളോ വന്നിട്ട് അതുവഴിയോ പിന്നെ നമ്മളുടെ ബോഡിക്ക് ചിയാ സീഡ്സ് പറ്റാത്തതാണെങ്കിൽ അങ്ങനെയോ നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോഴും നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്നൊരു ടെസ്റ്റ് ഡോസ് എടുത്ത് നോക്കുന്നത് വളരെ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അലർജിക് റിയാക്ഷനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് പ്ലസ്
സ്വാലോ ചെയ്യാൻ ബുദ്ധിമുട്ട്, അതായത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ഏതെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതർവൈസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കറക്റ്റ് വേയിൽ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ഓൾറെഡി കണ്ടില്ലേ, ഇതിങ്ങനെ സോക്കായി കഴിയുമ്പോഴത്തേക്കും വീർത്ത് വരും. നമ്മൾ ഒന്നിടയ്ക്ക് കണ്ടായിരുന്നു, അതിനേക്കാളും ഇതിപ്പോൾ വീർത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ വീർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് പ്രീ സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് സോക്ക് ചെയ്തിട്ടല്ല കഴിക്കുന്നതെങ്കിലും നമ്മളുടെ എന്താ പറയുക ഡൈജസ്റ്റീവ് ട്രാക്റ്റിലോ അല്ലെ ഇൻ കേസ് നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് ഇത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നത് വീർക്കാനും അങ്ങനെ ചോക്കിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്വാളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതൊന്ന് ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് വിത്ത് പ്രിക്കോഷൻസ് കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾ ചിയാ സീഡ്സ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺഷ്യസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യാം. ഇനി എന്താണ് പ്രോപ്പർ വേ? ഞാൻ കാണിച്ചു തന്നില്ലേ, സോക്ക് ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോക്ക് ചെയ്യാണ്ടും ഇത് കഴിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചോക്കിംഗ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് പ്രീ സോക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതങ്ങ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പ്രീ സോക്ക് ചെയ്യുക, സോക്ക് ചെയ്ത ചിയാ സീഡ്സ് നിങ്ങളുടെ ഫുഡ് ഐറ്റംസിലോ ഡ്രിങ്ക്സിലോ ഒക്കെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തേത് നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ചിയാ സീഡ്സ് യൂസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അളവിൽ യൂസ് ചെയ്യാതെ, നമ്മൾ സാധാരണ പറയുന്നത് ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്ട് ആദ്യം ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ അങ്ങനെ എങ്ങാനും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അലർജിക് റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒറിജിനൽ ഡോസിലേക്ക് മാറുക. ഞാനും ഫസ്റ്റ് ഡേ കഴിച്ചപ്പോൾ 1/2 ടീസ്പൂണാണ് കഴിച്ചു നോക്കിയത്. എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇപ്പോൾ കഴിക്കുന്ന അളവിലേക്ക് ഞാനത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഓഫ് മെഡിസിൻസോ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസോ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്കത് എടുക്കാം എന്നുള്ളതൊന്ന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിയാ സീഡ്സ് നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഹൈഡ്രേഷനിൽ അത് സോക്ക് ചെയ്ത് നമ്മുടെ ബോഡിയിലത്തെ വാട്ടറിനെയും കൂടെ അത് വലിച്ചെടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതും ചിയാ സീഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ചിയാ സീഡ് കഴിച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ വെയിറ്റ് കുറയില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഡയറ്റ് പ്ലാൻ, ഇത് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഡയറ്റ് പ്ലാനോ പ്ലസ് വർക്കൗട്ട്സോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് സത്യത്തിലൊരു അഡീഷണലി ഒരു ഹെൽപ്പിംഗ് ഹാൻഡാണ് ചിയാ സീഡ്സ് എന്നേ ഉള്ളൂ. അല്ലാതെ ചിയാ സീഡ് കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രം വെയിറ്റ് അങ്ങ് കുറയുന്നൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇനി ലാസ്റ്റിലേക്ക് നമ്മൾക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും കൂടെ നോക്കിയേക്കാം. ഇത് കറക്റ്റ് വേയിൽ കറക്റ്റ് ഡോസിലൊന്നുമല്ല. ഡോസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ അല്ലാതെ അതിനേക്കാൾ കൂടിയ അളവിൽ നിങ്ങളിത് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ലോസ് ആണെങ്കിൽ കുറേ കഴിച്ചപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് വെയിറ്റ് കുറയുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യും, വെയിറ്റ് കൂടാൻ കാരണമാകും. ഓക്കെ, അപ്പോൾ ആ ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 2 ടേബിൾ സ്പൂൺ എന്നതിൻ്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇത് ഒരുപാട് അളവിൽ കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗട്ടിന് ഇറിറ്റേഷൻ വന്നിട്ട് ലൂസ് മോഷൻസിലേക്കും കാര്യങ്ങളിലേക്കും പോകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് റിവേഴ്സ് അടിച്ചിട്ട് കോൺസ്റ്റിപ്പേഷനും ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലർജിക് റിയാക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ, ലോ BP, ഇതൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ എല്ലാവർക്കും ഇത് വരണം എന്നല്ല, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതിനൊക്കെ ഉള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്ത് തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഈ പറഞ്ഞ ചിയാ സീഡ് അമേരിക്കൻ ഒറിജിൻ ആണെന്ന്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഇന്ത്യൻ ഒറിജിൻ ആരെങ്കിലും ഉണ്ടോ എന്ന്? ഉണ്ട്. ഇതാണ്. ഇതിപ്പോൾ റിവേഴ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നതിൻ്റെ ക്യാമറ അങ്ങനെയായത് കാരണം ഇത് റോ സീഡ്സ്, ബേസിൽ റോ സീഡ്സ് ആണ്. ഇത് നമ്മുടെ തുളസി വർഗ്ഗത്തിൽപ്പെട്ട ഒരു സാധനത്തിൻ്റെ സീഡാണ്. ഖബ്സ സീഡ്സ് എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ബേസിൽ സീഡ്സിനും ഇത് ഇന്ത്യൻ ഒറിജിനാണ്. ഇതിന് ഏകദേശം ചിയാ സീഡിൻ്റെ അതേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് അങ്ങനെ അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് സെർച്ച് ചെയ്തത്, അപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ ചിയാ സീഡ്സിനേക്കാളും കലോറി ഡെഫിസിറ്റ് ഡയറ്റ് എടുക്കുന്നവർക്ക്, അതായത് ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് എടുക്കുന്നവർക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്യാണ്. കാരണം ഇതിൽ കലോറി കണ്ടൻറ്റ് ചിയാ സീഡ്സിനേക്കാൾ കുറവാണ്, പ്ലസ് നമ്മളുടെ ഇന്ത്യൻ ഒറിജിനാണ്. പിന്നെ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഏകദേശം രണ്ടുപേർക്കും സെയിം ആയിട്ട് വരുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ചിയാ സീഡ്സിൻ്റെ അതേ ബെനിഫിറ്റ്സ് തന്നെ കിട്ടുകയും ചെയ്യും. ആൻഡ് കലോറി കുറവായത് കാരണം ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് ചിയാ സീഡിന് ആൾട്ടർനേറ്റീവായിട്ട് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഈ പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ ചിയാ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഡയറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. എന്തായാലും കളിക്കതല്ലേ, ഇത് പ്ലെയിൻ വാട്ടർ ആണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അതാണ് ഞാൻ ഈവനിങ് എടുക്കാറില്ല. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കളിക്കതല്ലേ, വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് കുടിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.